إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു. സൽക്രമങ്ങൾ ചെയ്ത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ഇഖ്ലാസോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ ആ നന്മകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മതമാണ് നമ്മുടെ ഇസ്ലാം. എന്തെല്ലാം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ടോ ആ തിന്മകളെല്ലാം കൃത്യമായി വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന മതമാണ് നമ്മുടെ മതം. അതിൽ തിന്മകളിൽ ഏറ്റവും മോശമായി എണ്ണുന്ന അല്ലെങ്കിൽ എണ്ണിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഏറ്റവും മോശം സ്വഭാവമായി എണ്ണിയിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു തിന്മയാണ് അല്ലെങ്കിൽ ഒരു ദുർഗുണമാണ് അൽ ബുഖൽ അഥവാ പിശുക്ക് എന്ന് പറയുന്നത്. ബാഖിൽ, ബഖീൽ എന്നൊക്കെയാണ് പിശുക്കിന് അറബിയിൽ പറയുക. രണ്ട് രൂപത്തിൽ പിശുക്കുണ്ടാകാം. ഒന്ന്, സ്വന്തം കാര്യത്തിൽ തന്നെ സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാതെ പിശുക്കുക, രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. രണ്ടാമത്, മറ്റുള്ളവർക്ക് സ്വന്തം കാര്യത്തിലൊക്കെ വേണ്ടുവോളം ചെലവഴിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും വല്ലാത്ത പിശുക്ക് കാണിക്കുക, ഇങ്ങനെയുണ്ട്. അപ്പൊ അവനവന്റെ കാര്യത്തിലും
മറ്റുള്ളവരുടെ കാര്യത്തിലും ഉള്ള പിശുക്കുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ശക്തമായി വിലക്കിയിട്ടുള്ള ഒന്നാണ് പിശുക്കെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു നിങ്ങൾ പിശുക്കന്മാരാകരുത് എന്ന് പറയാൻ ഒരു ആലങ്കാരിക പ്രയോഗമാണ് നടത്തിയത്. അതിങ്ങനെയാണ്: വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറാ. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക്, നീ നിന്റെ കയ്യെ നിന്റെ പിരടിയുമായി ബന്ധിക്കരുത്, കൈ പിരടിയുമായി വിലങ്ങിടരുത് എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കരുതെന്നാണ്. അതിന്റെ കൂടെ ചേർത്ത് അല്ലാഹു പറഞ്ഞു വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, കൈ അഴിച്ചു വിടുകയും ചെയ്യരുത്, പറ്റങ്ങോട്ട് അഴിച്ചു വിടുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ, ഈ രണ്ട് രൂപവും നീ സ്വീകരിച്ചാൽ എന്താ പറ്റുക? ഫതഖഉദ മലൂമൻ മഹ്സൂറാ, നീ പിശുക്കനായാൽ നീ നിന്ദിക്കപ്പെടും, നീ നിന്ദിതനാകും. അതുപോലെ നീ ഒന്നും നോക്കാതെ, കയ്യിലെന്താന്ന് പോലും നോക്കാതെ കടം വാങ്ങിയും അങ്ങനെ ഇങ്ങനെ ഉള്ളതെല്ലാം അങ്ങോട്ട് ചെലവഴിച്ച് തീർത്താലോ തൊലച്ചാലോ പിന്നെ നീ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യും. ഇത് രണ്ട് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, 3 ആളുകളോട് അള്ളാഹുവിന് വല്ലാത്ത ദേഷ്യമാണ്. 3 പേരോട്, 3 വിഭാഗം ആളുകളാണ്. അതിൽ ആരൊക്കെയാണെന്നറിയുമോ? സലാസത്തുൻ യുബ്ഗിദുഹുമുല്ലാഹ്, 3 കൂട്ടരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ, നമ്മളോട് ദേഷ്യം ആണെങ്കിൽ അത് നമുക്ക് വല്ലാതെ മനസ്സിന് കൊള്ളും. കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഒരാളാണ്. അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അവർക്ക് നമ്മളോട് ദേഷ്യമാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ വല്ലാതെ കൊള്ളും. സത്യത്തിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ റബ്ബാണ്. നമ്മൾ ഏറ്റവും അധികം അങ്ങോട്ട് സ്നേഹം കാണിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ റബ്ബിനോടാണ്. ആ റബ്ബിന് 3 കൂട്ടരോട് ഇഷ്ടമില്ല എന്നാണ്, ദേഷ്യമാണെന്നാണ്. ഒന്ന് മലിക്കുൻ കദ്ദാബുൻ, കള്ളനായ രാജാവ്, അയാൾ കള്ളനാണ്, അയാൾ നശിപ്പിക്കുകയാണ് നാടിനെ, അയാളുടെ വായിൽ നിന്ന് കളവേ വരുള്ളൂ. രണ്ടാമതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വആഇലുൻ മുസ്തക്ബിർ, ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ അഹങ്കരിക്കാൻ കാര്യമായ ഒരു വകയില്ല. പക്ഷെ ദരിദ്രനായിട്ട് പോലും അഹങ്കാരിയായ മനുഷ്യൻ. മൂന്നാമതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വബുഖ്ലുൻ വഗനിയുൻ ബഖീലുൻ, സമ്പന്നനായ പിശുക്കൻ. അല്ലാഹ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പിശുക്കോട് പിശുക്ക. എത്ര കൊടുക്കുന്നോ അത്ര കണ്ടവൻ പിശുക്ക് കാണിക്കും. ഇത് ഇമാം തബറാനി റഹ്മഹുല്ലാ തന്റെ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ചാണ്. പ്രിയമുള്ളവരെ, ഈ 3 കൂട്ടരിലും നമ്മൾ പെടാതിരിക്കട്ടെ. അള്ളാഹുവിന് അവരോട് വെറുപ്പാണെന്ന് മാത്രമല്ല, ഒരു പിശുക്കനാണെങ്കിൽ ആളുകളും അവനെ വെറുക്കും. ആളുകൾ പറയാം പിശുക്കനാണ്, ഒന്നും കൊടുക്കില്ല, ആളുകൾക്ക് അവനോട് ഇഷ്ടമുണ്ടാവില്ല. റബ്ബും വെറുക്കുകയാണ്, ആളുകളും വെറുക്കുകയാണെന്നാണ്. ഇനിയോ, പിശുക്കിന് പല ഇനങ്ങളുണ്ട്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സമ്പത്ത് ചെലവഴിക്കാത്ത, കൊടുക്കേണ്ടതിന് കൊടുക്കാത്ത ആളുകൾ മാത്രമാണ് പിശുക്കന്മാർ എന്നാണ്. അങ്ങനെയല്ല, അതിലൊരു പ്രധാന ഭാഗമാണ്. ഉലമാക്കൾ പറയുന്നു അൽ ബുഖ്ലു അൻവാഉൻ, കുറെ ഇനങ്ങൾ അതിലുണ്ട്. ബുഖ്ലുൻ ബിൽ മാല്, ഒന്ന് പൈസ ചെലവഴിക്കാത്ത ആളുകൾ, അതിൽ പിശുക്ക് കാണിക്കുന്നവർ. വബുഖ്ലുൻ ബിൽ ഇൽമ്, അറിവിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. അവൻ പോയി പഠിച്ചു, അറിവ് നേടി, ഇൽമ് നേടി, അവനൊരു ആലിമാണ്. പക്ഷെ ആളുകൾ ഒരു സംശയം ചോദിച്ചാൽ, ഒരു കാര്യം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ മടിയാണ്, അതിനോട് വിമ്മിഷ്ടം കാണിക്കും, അതിന് മടിയാണ്. അപ്പൊ പഠിച്ച അറിവ് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പിശുക്കാണെന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. അതുപോലെ തന്നെ വബുഖ്ലുൻ ബിത്ത്ആം, ഭക്ഷണം കഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുക, അത് നമുക്കറിയുന്ന കാര്യമാണ്. വബുഖ്ലുൻ ബിസ്സലാം, സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. കണ്ടാൽ സലാം പറയാം, അത് പിശുക്കാണെന്നാ പറഞ്ഞത്. കണ്ടാൽ സലാം പറയാതിരിക്കുന്നത് പിശുക്കാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വബുഖ്ലുൻ ബിൽ കലാം, സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാത്തതും പിശുക്കാണ്. അതുപോലെ ബുഖ്ലുൻ ബിൽ അഖാരിബ്,
ബന്ധുക്കളോട് പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരായിട്ടൊരു അകൽച്ചെന്തേ അവരുമായിട്ട് അടുത്താൽ അവർ പറയും ഞങ്ങളൊന്നും അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് കാണാൻ വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അവര് വന്നാലോ ചെലവാണ്, ഒരു ഗസ്റ്റ് വന്നാൽ ചെലവാണ്. അപ്പൊ ആളുകൾ അങ്ങനെ വരുന്നത് അത് കാരണം തന്റെ ഇത് പൈസ പോകുമോ എന്ന് പേടിച്ചിട്ട് ബന്ധുക്കളുമായി അകന്നു നിൽക്കുക. ഇതൊക്കെ പണ്ഡിതന്മാർ ഈ ഒരു ഗണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി പിശുക്കന്മാർക്ക് വേറൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? അവര് സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന മാത്രമല്ല, ലുബ്ധത കാണിക്കുന്ന മാത്രമല്ല, ആളുകളോട് പറയും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലാണ്ട് എന്തിങ്ങനെ കുറെ ചെലവഴിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി പിശുക്കന്മാരാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുക, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വഅഅതനാ ലിൽകാഫിരീന അദാബൻ മുഹീനാ. അല്ലദീന യബ്ഖലൂന പിശുക്ക് കാണിക്കുന്ന ആളുകൾ, വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ ആളുകളോടും പിശുക്ക് കാണിച്ചോ എന്ന് കൽപ്പിക്കുന്ന ആളുകൾ, വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങളെയെല്ലാം അവർ മറച്ചു വെക്കുകയാണ്, ഒളിച്ചു വെക്കുകയാണ്. അല്ലാഹു പറയാൻ അങ്ങനെയുള്ള കാഫിറുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നിന്ദ്യമായ ശിക്ഷയാണെന്നാ. എന്തൊക്കെയാ ഈ ആയത്തിൽ പറഞ്ഞത്? ഒന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ, മറ്റുള്ളവരോട് പിശുക്ക് കാണിക്കാൻ പറയുന്ന ആളുകൾ, ഉപദേശിക്കുന്ന ആളുകൾ, എന്നിട്ടോ അള്ള കുറെ നിയമത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്നും എന്ത് ചെയ്യാ പുറത്തറിയിക്കാതെ മറച്ചു വെക്കുക. ആളുകൾ അറിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് മറച്ചു വെക്കുക. അള്ളാന്റെ ഫضل ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല, നമ്മൾ പറയണം എന്നുള്ളതാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് അള്ള നിനക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങള് അത് നിന്റെ നാവ് കൊണ്ട് പറയാനുള്ളതാണ്. എനിക്കെന്റെ റബ്ബ് ചെയ്തു തന്ന നിഅമത്താണിത് എന്ന് നമ്മൾ പറയണം, അത് ഓർക്കണം, അള്ളാനെ മറക്കരുത്. ഇത് മറച്ചു വെക്കുന്ന പിശുക്കന്മാരായ ആളുകളെ അള്ളാഹു ചേർത്ത് വെച്ച കുഫറിലേക്കാണ്. പിശുക്കന്മാരെ അള്ളാഹു ചേർത്ത് വെച്ചത് കുഫറിലേക്കാണ്. എന്താ കാരണം? അള്ള നൽകിയ നിഅമത്തിനെ അവൻ മറച്ചു വെക്കുന്നു. കർഷകൻ അറബിയിൽ കാഫർ എന്ന് പറയും. മണ്ണിന്റെ ഉള്ളിൽ വിത്ത് മറച്ചു വെക്കുന്നു എന്നതുകൊണ്ടാണ് കാഫർ എന്ന് പറയാം. എന്നതുപോലെ അള്ളാഹു നൽകിയ നിഅമത്തുകളെ മറച്ചു വെക്കുന്ന ആളുകൾ ആ കുഫറിലേക്കാണ് അള്ളാഹു ഇതിനെ ചേർത്ത് പറഞ്ഞത് എന്നുള്ളത് ഏറെ ഗൗരവകരമാണ് പ്രിയമുള്ളവർ. അതുപോലെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ കണ്ണിൽ പല ആളുകളും പിശുക്കന്മാരായിരിക്കും. അയാളൊരു പിശുക്കനാ, ഇയാളൊരു പിശുക്കനാ. അയാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വന്ന് ചോദിച്ചാൽ ഒന്നും കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല, അയാളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പലരെ പറ്റിയും പറയുമെങ്കിലും സ്വന്തം കാര്യത്തിലും നമ്മൾ ആ ഒരു പരിശോധന നല്ലതാണ്. കാരണം മറ്റ് പലരും നമ്മളെ പറ്റി അത് പറയുന്നുണ്ടാവും, പക്ഷെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ പോരായ്മകളെ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ദുർഗുണം നമ്മളിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നമുക്ക് ഏറ്റവും ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ചരിത്രം നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. ഇന്നേ വരെ ഒരു കാലത്തും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഹിജറ വന്ന ഒരു ജനതയെ, പലായനം ചെയ്തു വന്ന ഒരു ജനതയെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളുകളാണ് അൻസ്വാറുകൾ എന്ന് പറയുന്നത്. അവർ എല്ലാം വിട്ടു നൽകി മുഹാജിറുകളെ സഹായിക്കുകയുണ്ടായി. അള്ളാഹു ആ ഒരു ചരിത്രം പറഞ്ഞിട്ട് ആ ആയത്തിന്റെ അവസാനം പറയുന്ന ഇതാണ്. സൂറത്ത് തഗാബുനിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു ആ ആയത്തിലും പറയുന്നുണ്ട് ഇക്കാര്യം. ഏറ്റവും അവസാനം അള്ളാഹു പറയാം, വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അൻസാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ച ചരിത്രം പറഞ്ഞിട്ടല്ല പറയാണ്, മനസ്സിന്റെ പിശുക്കിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അള്ളാന്റെ അടുത്ത് അവൻ വിജയിക്കുള്ളൂ. ഒരു പിശുക്കിന്റെ മനസ്സുമായി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഹത്തിലും വിജയം ഉണ്ടാവില്ല, പരത്തിലും വിജയം ഉണ്ടാവില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഖിയാമത്ത് നാളിന്റെ പല അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പലതും നമുക്ക് അറിയുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ. വ്യഭിചാരം പരസ്യമാകും, മാതാപിതാക്കളെ വിട്ടിട്ട് കൂട്ടുകാരെ ആ സ്ഥാനത്ത് സ്വീകരിക്കും, അവരെ നോക്കില്ല, അവരെ പരിഗണിക്കില്ല, അവരെ സേവിക്കില്ല, പകരം കൂട്ടുകാരായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട, ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞു തന്നുണ്ട്. അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു വിഷയം എന്താണെന്നറിയുമോ? റസൂലുള്ള പറയുക, യതഖാറബുസ്സമാൻ, കാലം അടുത്തു വരും. കാലം അടുത്തു വരും എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഹദീസിലുണ്ട്, ഒരു വർഷം ഒരു മാസം കഴിഞ്ഞു പോകുന്നത് പോലെ പെട്ടെന്ന് പോകും, ഒരു മാസം ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ കടന്നു പോകുന്നത് പോലെ നമുക്ക് പോകുന്നതായി തോന്നും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞു. യതഖാറബുസ്സമാൻ, വിശ്വാസം പറയാൻ, യതഖാറബുസ്സമാൻ, കാലം അടുത്തു വരും. അപ്പോഴോ വയൻകുസുൽ അമൽ, സൽക്കർമ്മങ്ങളൊക്കെ കുറയും. ഒന്നുകിൽ ആളുകൾ നന്നായി ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നത് മുഴുവൻ റിയാഇന് വേണ്ടിയാണ്, ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയും കയ്യടി കിട്ടാൻ, അല്ലെങ്കിൽ ആളുകൾ ചെയ്യൂല. ഇങ്ങനെയുള്ള ആളുകൾ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വയുൽകശുഹു വയക്സുറുൽ ഹറജു ഖാലു വമൽ ഹറജു യാ റസൂലല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൽ ഖത്തിൽ, എന്താണെന്നറിയോ? മനുഷ്യന്മാരുടെ മനസ്സിൽ പിശുക്കിടപ്പെടുന്ന ഖിയാമത്ത് നാൾ അടുക്കുമ്പോ മനസ്സിൽ പിശുക്ക് അങ്ങോട്ട് നിറയുന്നതാണ്, കൊടുക്കാനൊരു മനസ്സ് തോന്നൂല. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹറജ്. അപ്പൊ ഈ പദം സ്വഹാബത്തിന് മനസ്സിലായില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാൻ, നബി എന്താണ് ഹറജ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊലപാതകം, ആളുകളെ കൊന്നുതള്ളാൻ ഒരു മടിയില്ല, രക്തച്ചൊരിച്ചിൽ വല്ലാതെ കൂടും. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ചേർത്ത് പറഞ്ഞ ഒരു വിഷയമാണ് പിശുക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരാത്മപരിശോധന ആവശ്യമാണ്. എന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും പിശുക്ക് വരുന്നുണ്ടോ, ലുബ്ധത വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കാര്യമായ ഒരു ജാഗ്രത വേണം. കാരണം അള്ളാഹുവിന്റെ കോപം അവർക്കുണ്ടാകും എന്ന് എണ്ണി പറഞ്ഞ വിഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശുക്കിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ നിഅമത്ത് ഒരു മടിയും കൂടാതെ ആളുകളോട് പറയാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉദാരമായത് നൽകാനുമുള്ള ഒരു വിശാലമായ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ രോഗിയുടെ ശരീരം കുത്തിക്കീറുക, ആ രോഗിയെ വേദനിപ്പിക്കുക, ഇടങ്ങേറാക്കുക എന്ന ഒരു ലക്ഷ്യമല്ല ഒരു ഡോക്ടർ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉള്ളത്. മറിച്ച് ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ രോഗിക്ക് വേദനയുണ്ടെങ്കിലും ആ രോഗിയുടെ അസുഖം സുഖപ്പെടുത്തണം എന്നുള്ളതാണ് ഡോക്ടറുടെ ലക്ഷ്യം. പക്ഷെ ആ രോഗിക്ക് വേദനിക്കേണ്ടി വരും, അതതിന്റെ ഭാഗമാണ്. എന്നതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊരു രോഷമുണ്ടാകും, ഒരു വേദനയുണ്ടാകും. പക്ഷെ ആ ഒരു വേദന നല്ലതിനാണ് എന്ന് ചിന്തിക്കുന്നവനാകണം വിശ്വാസി. അതേത് കാര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പരലോകത്തിന് ഉതകുന്ന നമ്മളിലുള്ള ഒരു തിന്മ, നമ്മളിലുള്ള ഒരു പോരായ്മ ഒരാൾ തിരുത്തി തരുമ്പോൾ ആ വ്യക്തിയോട് ശത്രുതയോ ദേഷ്യമോ പിണക്കമോ ഒന്നും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് ആ തിരുത്തി തന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അതിന് വിശാലമായ ഒരു മനസ്സുണ്ടാവണം. ഞാൻ ഈ ഒരു മുഖവുര പറയാൻ കാരണം, എനിക്കറിയാം ഞാൻ ഈ മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ ആരൊക്കെയാണിന്ന് ഈ മിമ്പറിൽ ഞാൻ ഇവിടെ കയറി നിന്നതിന് ശേഷം ജുമായ്ക്ക് വന്നിട്ടുള്ളത് എന്ന്, ഈ പള്ളിയിൽ എത്തിയിട്ടുള്ളത് എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരു രോഷം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നന്മയ്ക്ക് വേണ്ടിയാണ്, ഗുണത്തിന് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. നമുക്കൊന്നും അറിയാത്ത വിഷയമല്ല ജുമായ്ക്ക് എത്തേണ്ടത് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പാണെന്നുള്ളത്. എന്തുകൊണ്ട് ഇമാം മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് പള്ളിയിൽ ജുമായ്ക്ക് എത്തണം എന്നത്
വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുള്ള വിഷയമാണ്, ഒരു അവ്യക്തതയുള്ള വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് അവിടെ വ്യക്തമായി കിടക്കുമ്പോൾ നമ്മൾ വൈകി വരുന്നത് ഒരിക്കലും ഗുണകരമല്ല. പ്രത്യേകിച്ച് സ്ഥിരമായി മനുഷ്യന്മാർക്ക് പല കാരണങ്ങളുണ്ടാകാം, വൈകി വരാൻ പലപ്പോഴും ഉണ്ടാകാം. പക്ഷെ സ്ഥിരമായി അത് നമ്മുടെ തർത്തീബിൽ വരുന്ന ഒരു പ്രശ്നമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് വൈകി വന്ന സംഭവം നമുക്കറിയാം. പക്ഷെ അയാൾ ആ സ്വഹാബി എന്നും വൈകി വരുന്ന ആളായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം വൈകി വന്ന് തഹിയ്യത്ത് നിസ്കരിക്കാതിരുന്നപ്പോൾ വിശ്വാസം പറഞ്ഞ് എഴുന്നേറ്റ് നിസ്കരിക്കുക, ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ പ്രവാസികളുടെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. പ്രവാസികളുടെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവരാ വെള്ളിയാഴ്ചയെ ബർക്കത്താക്കുന്നത് ഉറക്കത്തിലൂടെയാണ്. എത്ര ഉറങ്ങി തീർക്കാൻ പറ്റുമോ അത്ര ഉറങ്ങിയിട്ടാണ് അവരാ ജീവിതത്തെ, അന്നത്തെ ദിവസത്തെ അനുഗ്രഹീതമാക്കി മാറ്റുന്നത്. അപ്പൊ ആ ഉറക്കം ഒന്ന് കുറച്ചു വെച്ചിട്ട് എഴുന്നേക്കേണ്ട സമയം ഒരു 10 മിനിറ്റ് ഒന്ന് മുമ്പോട്ടാക്കിയാൽ നമുക്ക് പള്ളിയിലെത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ സ്ഥിരമായി ആ വൈകി വരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മിമ്പറിൽ ഏത് പള്ളിയിലാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ സഹോദരങ്ങളെ, ഈ പള്ളിയിലെന്നല്ല, ഒന്ന് വിചാരിച്ചാൽ 1 മിനിറ്റെങ്കിലും മുമ്പ് നമുക്ക് ഈ പള്ളിയിൽ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ എത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് വെള്ളിയാഴ്ച. ഒരു വെള്ളിയാഴ്ച വരുമ്പം മനസ്സിന് വല്ലാത്ത സന്തോഷം ഉണ്ടാകണമെന്നാണ്. ഉറങ്ങാൻ പറ്റിയ ദിവസം എന്നുള്ള നിലയ്ക്ക് സന്തോഷമല്ല, അള്ളാഹു ഏറ്റവും അനുഗ്രഹീതമാക്കിയ ഇബാദത്തുകൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സമയം പറഞ്ഞു. ആ സമയത്ത് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു തട്ടൂല എന്നാണ്. പക്ഷെ ഏത് സമയമാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. ജുമാ തുടങ്ങി അസറിന്റെ അവസാനം വരെയുള്ളതിനിടയ്ക്കുള്ള സമയം നിങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ എന്ത് ചോദിക്കുന്നോ അത് അള്ളാഹു തട്ടാത്ത ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു. അത്രമാത്രം മഹത്തായ പ്രതിഫലമുള്ള സമയങ്ങൾ അടങ്ങുന്ന ഒരു ദിവസമാണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകം നമ്മൾ ജുമുഅയ്ക്ക് നേരത്തെ എത്തുവാൻ ഒന്നുകൂടി പരിശ്രമിക്കുക. അള്ളാഹു നന്മകളായി ഉൾക്കൊള്ളുവാനും ഉപദേശങ്ങളെ അതിന്റെ ഗൗരവത്തിൽ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മനസ്സ് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ വരുന്ന അലസതകളെ അള്ളാഹു ഇല്ലാതാക്കുമാറാവട്ടെ. നന്മകൾ ചെയ്യാനുള്ള ആവേശവും മത്സരചിന്തയും മത്സരബോധവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട്. റഹ്മാനായ റബ്ബിന്റെ മഹത്തായ ഫضل കൊണ്ട് ആ പോരായ്മകളെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ ഒരല്പകാലം മുമ്പ് വരെ ഇവിടെ സജീവമായി ഉണ്ടായിരുന്ന നാട്ടിലേക്ക് നിർത്തിപ്പോയ മൻസൂർ എന്ന സഹോദരൻ ഒരാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി അല്പം പ്രയാസത്തിൽ കഴിയുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സഹോദരൻ അള്ളാഹു എത്രയും വേഗം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ